मेरी मां को गालियां दी गई. സ്വന്തം അമ്മനെ ഭയങ്കര മോശമായിട്ട് ഏതോ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ പറഞ്ഞതിൽ പൊട്ടിക്കരഞ്ഞ് രാജ്യത്തിലെ മൊത്തം അമ്മമാരെയാണ് ഈ കുറ്റം പറഞ്ഞത്. കോൺഗ്രസ്സുകാരെ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി മാപ്പ് പറയണം എന്ന് പറഞ്ഞ വികാരധീരനായിട്ട് സംസാരിച്ച മോദിജിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതും കൂടെ ഒന്ന് കാണാം നിങ്ങൾ. बिहार में आरजेडी कांग्रेस के मंच से मेरी मां को गालियां दी गई. ये गालियां सिर्फ मेरी मां का अपमान नहीं है, ये देश की मां, बहन, बेटी का अपमान है. मुझे पता है आप सबको भी बिहार की हर मां को, बिहार की हर बेटी को, बिहार के हर भाई को ये देख सुनकर कितना बुरा लगा है. മോദിജിയുടെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് നമുക്കൊക്കെ സങ്കടം വരുന്നുണ്ട് അല്ലേ? എത്ര സത്യമായിട്ടുള്ള കാര്യമാണ്. രാജ്യത്തെ ഒരു അമ്മമാരെയും ഒരു പെങ്ങന്മാരെയും ഒരു മക്കളെയും അല്ലെങ്കിൽ ഒരു അച്ഛന്മാരെയും ഒരു സഹോദരിമാരെയും ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. അത്ര മോശമായിട്ടല്ലേ ഏതോ ഒരു വഴിയിൽ കൂടെ പോയ കോൺഗ്രസ് പ്രവർത്തകൻ ഇത്രയും മോശമായിട്ട് സംസാരിച്ചത്? അതിന് രാജ്യത്തെ എല്ലാ അമ്മമാരോടും ഇവരൊക്കെ മാപ്പ് പറയണ്ടേ? തീർച്ചയായിട്ടും മാപ്പ് പറയണം. പക്ഷേ മോദിജിക്ക് അൽഷിമേഴ്സ് വന്ന് തുടങ്ങിയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇക്കഴിഞ്ഞ 2 വർഷം മുതൽ അല്ലെങ്കിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് മോദിജി ഒരു ഉളുപ്പുമില്ലാണ്ട് സോണിയാഗാന്ധിനെയും ഇന്ദിരാഗാന്ധിനെയും അതല്ലെങ്കിൽ സകല കോൺഗ്രസിലെ പല സ്ത്രീകളെയും അമ്മമാരെയും പെങ്ങന്മാരെയും മുത്തശ്ശിമാരെയും വാഗൊണ്ട് പറഞ്ഞ ചെറ്റവർത്താനങ്ങൾ എന്താണെന്നുള്ളത് മോദി മറന്നിട്ടുണ്ടാകും. പക്ഷെ നാട്ടിലെ മറ്റുള്ള ആൾക്കാർ മറന്നിട്ടില്ല. രാഹുൽ ഗാന്ധി ഒരു ഹൈബ്രിഡ് ശിശുവാണെന്നും അതല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് ജന്മം കൊടുത്ത് ജേഴ്സി പശു എന്ന അമ്മ അതായത് സോണിയാഗാന്ധി ആണെന്നും പറഞ്ഞ അതേ വാഗൊണ്ടാണ് ഇന്ന് ഏതോ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ പറഞ്ഞതിൽ ഇത്ര അങ്ങോട്ട് ധാർമ്മിക ബോധം മൂത്ത് രോഷാകുലനായിട്ട് എന്താ പറയുക സങ്കടപ്പെട്ട് കരയുന്ന മോദിനെ നമ്മൾ കണ്ടത്. അപ്പം മോദി അന്ന് എന്ത് പറയണമായിരുന്നു? മോദി തന്നെ പറയണമായിരുന്നു അന്ന് എന്ത് മാപ്പ് സോണിയനുണ്ട്. ഇവിടെ കോൺഗ്രസ് പ്രവർത്തകൻ പറഞ്ഞിരുന്നെങ്കിൽ അന്ന് മോദി പറയണമായിരുന്നു മാപ്പ്. 50 കോടിയുടെ ഗേൾഫ്രണ്ട് എന്ന് പറഞ്ഞ് കളിയാക്കിയ പെണ്ണുങ്ങളെ കളിയാക്കിയ ഒരു വലിയ വില്ലനാണ് നമ്മുടെ മോദിജി. हमारे गरीब देश में ये 50 करोड़ की गर्लफ्रेंड 50 करोड़ की गर्लफ्रेंड ये गरीब देश को ये कहां ले जाएंगे लोग? और उनको मंत्री पर छोड़ना पड़ा. അത് മാത്രമല്ലാണ്ട് കോൺഗ്രസിന്റെ വിധവ എന്നും പറഞ്ഞിട്ട് ചില കോൺഗ്രസിന്റെ ആൾക്കാരെ കളിയാക്കിയിട്ടുള്ള അതല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളെ കളിയാക്കിയിട്ടുള്ള എത്രയും ചെറ്റ വർത്താനം പറഞ്ഞിട്ടുള്ള ആള് തന്നെയാണ് നമ്മുടെ മോദി. भी हो गई और बेटी के विधवा पेंशन भी मिलना शुरू हो गया. ये रुपये कौन कौन विधवा थी जो लेती थी? ये कांग्रेस की कौन सी विधवा थी जिसके खाते में रुपया जाता? ഇതുപോലെ മോദി അങ്ങ് മാപ്പ് പറയുകയാണെങ്കിൽ മോദി ഒരുപാട് മാപ്പ് പറയേണ്ടി വരും. ഏതാണെങ്കിലും മോദിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് രാജ്യത്തെ സകലമാന BJP ഗുണ്ടന്മാരും അതല്ലെങ്കിൽ BJP സംഘപരിവാണങ്ങളും രാജ്യത്ത് മൊത്തം ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ നാട്ടിലെ സാധാരണക്കാർക്ക് ഇതൊരു മുതലക്കണ്ണീരാണ്. അതല്ലെങ്കിൽ വോട്ട് കള്ളത്തരത്തിനെതിരെ രാജ്യത്തിന്റെ മൊത്തം ഭരണഘടനയും രാജ്യത്തിന്റെ ജനാധിപത്യത്തിനെ അട്ടിമറിക്കുന്ന കാര്യങ്ങൾ ചോദിക്കുമ്പോൾ വായിൽ ഉണ്ടംപൊരി കയറ്റി വെച്ചിട്ടുള്ള മോദിയും നമ്മളെ ഡബിൾ എഞ്ചിൻ സർക്കാരിനും ഒന്നും പറയാനില്ല. ഇതൊക്കെ പിടിച്ചിട്ട് ഇതാണോ രാഷ്ട്രീയം? ഇതാണോ നിങ്ങളുടെ രാഷ്ട്രീയം പറച്ചിൽ? ഒന്ന് പോചെങ്ങായി ഇതിനേക്കാൾ വലുതൊക്കെ കണ്ടിട്ട് ആൾക്കാരോടെ നിൽക്കുന്നുണ്ട്. വെറുതെ ഈ നാട്ടിലെ സംഘപരിവാണങ്ങളായിട്ടുള്ള ചില ശ്രീജിത്ത് പണിക്കന്മാരെയും മറ്റു ചില പ്രത്യേക തരത്തിലുള്ള ഐറ്റംസിനെ നിങ്ങൾക്ക് ഇങ്ങനെ കുരു കയറ്റി വിടാൻ പറ്റും എന്നല്ലാണ്ട് ഇതൊന്നും ഏൽക്കാൻ പോകുന്നില്ല എൻ്റെ മുന്നു മോദി. ഏതാണെങ്കിലും ശ്രീജിത്ത് പണിക്കരുടെ ധാർമ്മിക രോഷം പൊട്ടിപ്പുറപ്പെട്ടതും കൂടെ നമുക്ക് കാണാം. ബാക്കി എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനെ ആക്ഷേപിക്കുന്നതോ അദ്ദേഹത്തിനെതിരെ അധിക്ഷേപം പറയുന്നതോ ഒന്നും തന്നെ പുതുമയുള്ളൊരു കാര്യമല്ല. അത് സംസ്ഥാന രാഷ്ട്രീയത്തിലാണെങ്കിലും ദേശീയ രാഷ്ട്രീയത്തിലാണെങ്കിലും ഇന്നത്തെ കാലത്താണെങ്കിലും പഴയ കാലത്താണെങ്കിലും ഒരേപോലെ തന്നെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു പ്രവണതയാണ്. എന്നാൽ ഇതൊക്കെ ഏതു പരിധിവരെയാകാം? എന്താണ് ഇതിൻ്റെ ഒരു ടോളറൻസ് ലിമിറ്റ്? വീട്ടിലിരിക്കുന്ന ആൾക്കാരെക്കുറിച്ച് പറയാമോ? മരണപ്പെട്ടുപോയ ബന്ധുക്കളെക്കുറിച്ച് പരാമർശം നടത്താമോ? അവരെയൊക്കെ തന്നെ ആക്ഷേപിക്കുകയും അവരെയൊക്കെ തന്നെ തെറി പറയുകയും ചെയ്യുന്ന രീതിയിലത്തേക്ക് കാര്യങ്ങളൊക്കെ എത്താമോ എന്നുള്ള കാര്യത്തിൽ അങ്ങനെയൊന്നും പാടില്ല എന്നാവും എല്ലാവരും പരസ്യമായിട്ട് പറയുക. അത് കറക്റ്റാണ് ശ്രീജിത്ത് പറഞ്ഞത്. നമ്മൾ ഈ നാട്ടിൽ പ്രത്യേകിച്ച് ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമൊക്കെ ആണല്ലോ. അപ്പം ഇപ്പോൾ ഇവിടുത്തെ ഈ രാഷ്ട്രീയക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പല തെറികളും പറയാറുണ്ട്. അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ ഇപ്പം ഇനി പ്രധാനമന്ത്രി ആണെങ്കിലും വേണ്ടില്ല, പ്രസിഡന്റ് ആണെങ്കിലും വേണ്ടില്ല, പലതരത്തിലുള്ള മോശമായിട്ടുള്ള കാര്യങ്ങളും വർത്തമാനങ്ങളും ഒക്കെ ആൾക്കാർ, പ്രതിപക്ഷ പാർട്ടിക്കാരും അല്ലാത്ത ആൾക്കാരും സ്വന്തം പാർട്ടിയുള്ളവരൊക്കെ പറയാറുണ്ട്. അത് ഒരിക്കലും പറയാൻ പാടുള്ള കാര്യമാണോ എന്ന് ചോദിച്ചാൽ അതെ, അത് നമ്മൾ വിമർശിക്കുന്നത് വിമർശനമായിട്ട് ആൾക്കാർ കാണാറുള്ളൂ. അതിൻ്റെ അപ്പുറത്തോട്ടൊന്നും കാണാറില്ല. അത് ശ്രീജിത്ത് പറഞ്ഞത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ശ്രീജിത്തിൻ്റെ പ്രശ്നം അതൊന്നുമല്ല. അത് കേൾക്കാം. എന്നാൽ ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെ ആക്ഷേപിക്കുന്ന
അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ അടക്കം, അദ്ദേഹത്തിൻ്റെ മരിച്ചുപോയ മാതാവിനെ അടക്കം ആക്ഷേപിക്കുന്ന, നിന്ദിക്കുന്ന, തെറി വിളിക്കുന്ന ഒരു സംസ്കാരം കൂടി ഉണ്ടായി വരുന്നു എന്നത് നമ്മൾ കാണുന്നു. അവിടെയാണ് ശ്രീജിത്തെ പ്രശ്നം. അത് പ്രത്യേകതരം ഒരു തരം ഉള്ളുന്ന് വരുന്ന നമ്മുടെ ഒരു ധാർമ്മിക രോക്ഷമാണത്. അതെപ്പോഴും നമുക്ക് വരാൻ ചാൻസ് ഇല്ല. ഇതേപോലെ സംഖ്യകളെ പറയുമ്പോൾ മാത്രം മറ്റു ചില സംഖ്യകൾക്ക് കൊള്ളുന്ന ചില കൊള്ളലായിട്ടാണ് നമുക്കത് തോന്നുന്നത്. ഏതൊക്കെ പറഞ്ഞാലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒരമ്മമാരെയും കുറ്റം പറയാൻ പാടില്ല, ഒരമ്മമാരെയും മോശമായി പറയാൻ പാടില്ല. അതിന് പ്രധാനമന്ത്രി ആണെങ്കിലും വേണ്ടില്ല, പ്രതിപക്ഷ നേതാവാണെങ്കിലും വേണ്ടില്ല, മുൻ പ്രധാനമന്ത്രിമാരാണെങ്കിലും വേണ്ടില്ല, മുൻ പ്രതിപക്ഷ നേതാക്കളാണെങ്കിലും വേണ്ടില്ല. ഈ പറഞ്ഞ ഒരാളെയും നമ്മുടെ നാട്ടിലെ ഒരാളുടെയും ഒന്നിലും ഇൻവോൾവ് ആവാത്ത, ഒന്നിലും പെടാത്ത അമ്മമാരെയും വീട്ടുകാരിയൊന്നും നമ്മൾ പറയുന്നത് ഇപ്പം പ്രത്യേകിച്ച് ഇപ്പം നമ്മുടെ ബീഹാറിൽ കണ്ടുവന്നൊരു പ്രത്യേക സാധനമെന്നാണ് നമ്മുടെ ശ്രീജിത്ത് പണിക്കർ പറയുന്നത്. പക്ഷേ ശ്രീജിത്ത് പണിക്കരിന് ഒരു ചെറിയ പ്രശ്നം സംഭവിച്ചു. ഈ പറഞ്ഞ നരേന്ദ്രമോദിനെ ഈ കുറ്റം പറഞ്ഞു, നരേന്ദ്രമോദിയുടെ അമ്മേനെ നമ്മൾ കുറ്റം പറഞ്ഞു എന്ന് പറയുന്നത് ഈ പറഞ്ഞ രാഷ്ട്രീയക്കാരായിട്ടുള്ള രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ തേജസ്വി യാദവോ അല്ലെങ്കിൽ അവിടെ കൂടിയിട്ടുള്ള ആരുമല്ല. പരിപാടിയൊക്കെ കഴിഞ്ഞ് ആൾക്കാർ പോയതിനു ശേഷം ഏതോ വേട്ടാവളിയൻ സ്റ്റേജിൽ കയറി മൈക്ക് എടുത്തിട്ട് എന്തോ മോശമായിട്ട് മോദിയുടെ അമ്മയും മോദിയും ചീത്ത പറഞ്ഞു എന്നുള്ളതാണ്. അതിൽ ധാർമ്മിക രോഷം കൊണ്ടിട്ടാണ് നമ്മുടെ ശ്രീജിത്ത് പണിക്കർ ഇപ്പം മുന്നോട്ട് വന്നത്. ഇത് പ്രത്യേകമായിട്ട് ഇപ്പം അത് ആദ്യമായിട്ട് പ്രധാനമന്ത്രിയാണ് അങ്ങോട്ട് പറഞ്ഞു തുടങ്ങിയ ഒരു പ്രത്യേക സംഭവമാണെന്നാണ് ശ്രീജിത്തിന് തോന്നിയിട്ടുള്ളത്. ഏതായാലും ശ്രീജിത്തിന് ഇത്രയും തോന്നിയ സ്ഥിതിക്ക് ശ്രീജിത്തിനോട് ഞാൻ വേറെ ചില കാര്യങ്ങൾ പറഞ്ഞുതരാം. ശ്രീജിത്ത് കണ്ടതോ കേട്ടതോ ആയിരിക്കാം. ഇവിടെ പറഞ്ഞത് കോൺഗ്രസിന്റെ വെറും ഒരു പ്രവർത്തകനാണെങ്കിൽ, ഈ പ്രവർത്തകൻ പറഞ്ഞത് പ്രധാനമന്ത്രിനെയാണെങ്കിൽ, പ്രധാനമന്ത്രി കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് രായ്ക്ക് രാമായണം ഈ പറഞ്ഞ കോൺഗ്രസ് നേതാക്കളെയും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിന്റെ അമ്മയായ സോണിയാഗാന്ധിന്റെ അച്ഛനായ രാജീവ് ഗാന്ധിനി, മുത്തച്ഛനായിട്ടുള്ള അല്ലെങ്കിൽ മുത്തശ്ശിയായിട്ടുള്ള ഇന്ദിരാഗാന്ധിയുടെ അപ്പനായിട്ടുള്ള നെഹ്റുവിനെയും പറഞ്ഞ തെറികളുടെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രത്യേക ധാർമ്മിക രോഷം ഇപ്പം പ്രധാനമന്ത്രി നമ്മുടെ മോദിജി താടീജിനെ പറഞ്ഞപ്പോൾ മാത്രം കണ്ടാൽ പോരായിരുന്നു. കുറേ വർഷങ്ങളായിട്ട് നമ്മളങ്ങ് ഈ ധാർമ്മിക രോഷം ഇങ്ങനെ കൊണ്ടുകൊണ്ടേയിരിക്കണമായിരുന്നു. കാരണം BJP നേതാക്കൾ, പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയുടെ വായിന്ന് വന്ന് രാഹുൽ ഗാന്ധി ഒരു ഹൈബ്രിഡ് സന്തതിയാണെന്നും രാഹുൽ ഗാന്ധിയുടെ അമ്മ ആയിട്ടുള്ള സോണിയാഗാന്ധി ജേഴ്സി പശുവാണെന്നും പറഞ്ഞ് അത്രയും ചെറ്റ വർത്താനൊന്നും ഒരു കോൺഗ്രസ് നേതാക്കളും ഒരു BJP നേതാക്കളുടെ മൂത്ത് നോക്കിയും പറഞ്ഞിട്ടില്ല ശ്രീജിത്ത് പണിക്കരെ. ഇനി അതൊക്കെ പോട്ടെ, 50 കോടിയുടെ ഗേൾഫ്രണ്ടിന്റെ വർത്താനം അതും ഈ മോദിജിയുടെ വായിന്ന ചാടി വന്നിരുന്നത്. അതുപോലെ കോൺഗ്രസിന്റെ വിധവ, ഇതുപോലെ എത്ര ചെറ്റ വർത്താനങ്ങൾ സ്റ്റേജിൽ കയറിയുന്ന ആൾക്കാരോട് തുറന്നു പറഞ്ഞ മോദി എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ നമ്മുടെ നിന്റെയൊക്കെ ധാർമ്മിക രോക്ഷം പുറത്തോട്ട് ചാടിയിട്ടുള്ള മോദി പറഞ്ഞ വാക്കുകളാണ്. ഇവിടെ ഒരു കോൺഗ്രസിന്റെ ഏതൊരു പ്രവർത്തകർ എന്ന് പറയുന്ന ഒരുത്തൻ സ്റ്റേജിൽ കയറി ആ സ്റ്റേജിൽ ഈ പറഞ്ഞ ഒരു കോൺഗ്രസ് നേതാക്കളും ഇല്ലാത്ത സമയത്ത് ഇത് പറഞ്ഞു പോയിട്ട് ഈ രാജ്യത്ത് ഈ നമ്മുടെ ബീഹാറിലടക്കം ഡൽഹി, ബീഹാർ, കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ, ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ ഹർത്താലും ബന്ദും പ്രക്ഷോഭമാണ് ജനങ്ങളുടെ. BJP സംഘപരിവാരത്തിന്റെ പ്രക്ഷോഭം നടത്തുന്ന കണക്ക് നോക്കുകയാണെങ്കിൽ കോൺഗ്രസ് തിരിച്ച് ഈ പറഞ്ഞ എന്താ പറയുക ബന്ദും പ്രക്ഷോഭം നടത്തി കഴിഞ്ഞാലല്ലോ അതിനെ നേരം കാണുകയുള്ളൂ. കാരണം BJP സംഘപരിവാരങ്ങളുടെ വായിന്ന് വീകുന്ന ചെറ്റത്തരം, സ്പെഷ്യലി നിന്റെ ഒക്കെ തലതൊട്ടപ്പനായിട്ടുള്ള മോദി പറഞ്ഞ ചെറ്റത്തരം അത്രയും വലുതാണ്. നമ്മൾ അതിന് 1-2 ഭാഗം കാണിക്കാം, എന്നിട്ടാക്കാം നമുക്ക് രോക്ഷം കൊള്ളലും രോക്ഷം ചിന്തലും ഒക്കെ. കേട്ടോ, और बेटी के विधवा पेंशन भी मिलना शुरू हो गया. ये रुपये कौन विधवा थी जो लेती थी? ये कांग्रेस की कौन सी विधवा थी जिसके खाते में रुपया जाता? കേട്ടല്ലോ, കോൺഗ്രസിന്റെ വിധവ. ആരാണാവോ കോൺഗ്രസിന്റെ വിധവ? മോദി. അപ്പം നമുക്ക് അമ്മയും പെങ്ങളും അല്ലെങ്കിൽ മോളും ബേട്ടി പഠാവോ ബേട്ടി പച്ചാവോ ഒന്നും ഉണ്ടാവില്ല അല്ലേ? ആ സമയത്ത് നമുക്ക് എന്ത് ചെറ്റത്തരം വായിക്കൂടെ വിളിച്ചു വരാം. കഴിഞ്ഞിട്ടില്ല, അടുത്തത് കേട്ടോ. हमारे गरीब देश में ये 50 करोड़ की गर्लफ्रेंड 50 करोड़ की गर्लफ्रेंड ये गरीब देश को ये कहां ले जाएंगे लोग? और उनको मंत्री पर छोड़ना पड़ा. 50 കോടി അല്ലേ? 50 കോടിയുടെ ഗേൾഫ്രണ്ട്. ഇതൊക്കെ കോൺഗ്രസ് നേതാക്കന്മാരെതിരെ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ ഒരു പെണ്ണിനോട് ഒരു തരത്തിലുള്ള റെസ്പെക്റ്റോ ബഹുമാനോ ഇല്ലാണ്ട് ഇപ്പം നമ്മുടെ എല്ലാവരുടെയും മുമ്പിൽ വന്നിട്ട് മുതല കണ്ണീര് ഒഴുക്കിയിട്ടുള്ള നമ്മുടെ മോദിയുടെ വാക്കുകളാണ്. അതിന്റെ മുമ്പായിരുന്നു കോൺഗ്രസ്സിലെ നമ്മുടെ രാഹുൽ ഗാന്ധിനെ നോക്കിയിട്ട് വെറും രാഹുൽ ഗാന്ധി ഒരു ഹൈബ്രിഡ് സന്താനമാണ്, പെറ്റത് ജേഴ്സി പശുവായിട്ടുള്ള സോണിയാണ് എന്ന് പറഞ്ഞപ്പം അവിടെ അമ്മനെ പറഞ്ഞ അല്ലെങ്കിൽ ഭാരതത്തിലെ അമ്മമാരെ പറഞ്ഞ ധാർമ്മിക രോഷം എന്തേ മോദിക്കോ അല്ലെങ്കിൽ മോദിയുടെ കൂട്ടർക്കോ ഉണ്ടായില്ലേ? എന്താ അപ്പം വന്നില്ലേ? ഈ പറഞ്ഞ പോലത്തെ നമ്മുടെ നാട്ടില് ഒക്കെ പോട്ടെ, മണിപ്പൂർ 2 പെണ്ണുങ്ങളെ 2 പെൺപിള്ളേരെ കുട്ടികളെ റേപ്പ് ചെയ്ത് നഗ്നരാക്കി റോഡിൽ കൂടെ ഓടിച്ചപ്പം കാമ എന്നൊരു അക്ഷരം ഉണ്ടാണ്ട് വായിൽ ഉണ്ടമ്പരി കയറ്റി വെച്ചിരുന്നു. ഈ പറഞ്ഞ നമ്മുടെ താടി സ്വന്തം അമ്മനെ പറഞ്ഞപ്പോൾ ഇത്ര അങ്ങ് പൊന്തിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പൊങ്ങി അല്ലെങ്കിൽ പൊള്ളിയിട്ടുണ്ടെങ്കിൽ ഈ രാജ്യത്ത് നടന്ന പലതും ഉണ്ട്. ഈ കൊച്ചിന് ഓർമ്മ ഉണ്ടോ നിനക്ക്? ഈ കൊച്ച് ഒരു അമ്പലത്തിൽ നിന്ന് റേപ്പ് ചെയ്ത് കൊല ചെയ്യപ്പെട്ടത്.
ഇയാൾ വാ തുറന്നില്ല. വാ തുറക്കാണ്ട് ഇയാളുടെ പിന്നാലെ പോയിട്ട് അവസാനം ഡൽഹിയിലൊരു പ്രോഗ്രാമിന് നാട്ടിലെ എല്ലാ പെൺകുട്ടികളും നമുക്ക് സൂക്ഷിക്കണം കേട്ടോ എന്നൊരൊറ്റ വാക്ക് മൊഴിഞ്ഞു പോയിട്ടുള്ള അല്ലെങ്കിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് ഇപ്പം പൊട്ടിക്കരഞ്ഞത്, മുതലക്കണ്ണീര്. അങ്ങ് ചൈനയിൽ നിന്ന് നേരെ വന്ന സമയത്തെ നമ്മൾ പല ചോദ്യങ്ങൾ ചോദിച്ചു. ചൈനയിലെ അവസ്ഥ എന്താണ്, അവിടുത്തെ അവസ്ഥ എന്താണ്, ഇവിടുത്തെ അവസ്ഥ എന്താണ്, ബീഹാറിൽ വോട്ട് കട്ടതിന് എന്തെങ്കിലും പറയാനുണ്ടോ, അല്ലെങ്കിൽ രാജ്യത്ത് നടക്കുന്ന അമ്മാതിരി ചെറ്റത്തരങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ച സമയത്ത് വായിൽ ഉണ്ടമ്പരി കയറ്റി വെച്ചിട്ട് നേരെ വന്നിട്ട് അങ്ങ് മുതലക്കണ്ണീരാ ഒഴുക്കി വിട്ടത്. അത് കണ്ടിട്ട് ചാടിത്തുള്ളാൻ വേണ്ടി കുറെ വേട്ടാവാളിയന്മാരായിട്ടുള്ള നമ്മുടെ രാജ്യത്തിലെ സംഘപരിവാണങ്ങളും അതിന്റെ കൂട്ടത്തിൽ പൊന്നു ശ്രീജിത്ത് മോനെ, മോദി പറഞ്ഞ അത്ര ഒന്നും ഈ പറഞ്ഞ രാഹുൽ പറഞ്ഞിട്ടില്ല, കോൺഗ്രസിന്റെ ഒരു നേതാക്കളും പറഞ്ഞിട്ടില്ല. ഇപ്പൊ കൂടെ ഈ പറഞ്ഞ മോദി കരഞ്ഞ് അല്ലെങ്കിൽ നീയൊക്കെ കിടന്ന് കരഞ്ഞു മെഴുകുന്ന ഈ പറഞ്ഞ ഈ മൊത്തം സംഘപരിവാണങ്ങളും കഴിഞ്ഞ 2-3 ദിവസമായിട്ട് കരഞ്ഞു മെഴുകുന്ന നിങ്ങളുടെ നാടകം അത് പറഞ്ഞത് ഏതോ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്ന് പറയപ്പെടുന്ന ഒരുത്തൻ സ്റ്റേജിൽ കയറി പറഞ്ഞതിനാ. അതിന് രാഹുൽ മാപ്പ് പറയേ, അതല്ലെങ്കിൽ പ്രതിപക്ഷത്തിലെ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ മാപ്പ് പറയേണ്ട കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ മോദിക്ക് മാപ്പല്ല, രാഹുലിന്റെയും സോണിയയുടെയും ഇന്ദിരയുടെയും ഒക്കെ കാല് പിടിച്ച് നക്കി മാപ്പ് പറയേണ്ട അവസ്ഥ വരേണ്ടി വരും. അതെനിക്കറിയില്ലേ. ഏതാണെങ്കിൽ ഇതിനുള്ളൊരു മറുപടി ഇന്നലെ സോണിയാഗാന്ധി നമ്മുടെ प्रियंका गांधी करेक्ट आയിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് കേട്ട് നോക്കൂ. मैं दावे के साथ कह सकती हूँ कि ये देश का पहला प्रधानमंत्री होगा जो आपके सामने इस तरह से झूठ बोलता है, जिसके दिल में इतनी भी भावना नहीं है कि मैं जनता के सामने बोल रहा हूं, मेरे मुंह से सच निकलना चाहिए। इन्होंने कितनी गाली दी हमारे परिवार को, इससे हमें कोई परवाह नहीं है। किसी को नहीं छोड़ा, माँ को नहीं छोड़ा, पिता को नहीं छोड़ा, दादी को नहीं छोड़ा, दादा को नहीं छोड़ा, परदादा को नहीं छोड़ा, भाई को नहीं छोड़ा। അതാണ് ഇപ്പം നമ്മുടെ താടിജിക്ക് അങ്ങ് കൊണ്ടിട്ടുണ്ടെങ്കിൽ ഈ താടിജി പറഞ്ഞ കണക്ക് നോക്കുന്നതാണെങ്കിൽ ഈ പ്രിയങ്ക ഇപ്പം പറഞ്ഞത് എന്താ വെച്ചാൽ സ്വന്തം സഹോദരനെ പറഞ്ഞു, അതായത് ഹസ്ബൻഡിനെ പറഞ്ഞു, അമ്മനെ പറഞ്ഞു, അച്ഛനെ പറഞ്ഞു, മുത്തശ്ശീനെ പറഞ്ഞു, മുത്തശ്ശിയുടെ അപ്പനെ പറഞ്ഞു. അങ്ങനെ കുടുംബക്കാരെ മൊത്തം വായി തോന്നുന്ന എല്ലാ ചെറ്റത്തരങ്ങളും അവിടെ ആൺ പെൺ മകളാണോ ഒരു വ്യത്യാസവും ഇല്ലാണ്ട് വായി കൂടെ വെളിവത്തരം വെഗടത്തരം പറഞ്ഞതാണ് നമ്മുടെ മോദിജി. അത് BJPയുടെ പ്രവർത്തകരും അല്ലെങ്കിൽ BJPയുടെ മറ്റ് നേതാക്കളും ഒന്നുമില്ല. ഇന്ന് നമ്മുടെ മുമ്പിലൊക്കെ മുതലക്കണ്ണീര് ഒഴുക്കിയിട്ടുള്ള നമ്മുടെ താടിജിയാണ് ഈ പറഞ്ഞ ചെറ്റ വാക്കുകളൊക്കെ അന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ എൻ്റെ മോദിജി ഒരുപാട് അങ്ങോട്ട് മാപ്പ് പറയേണ്ടി വരും. അതിനെ ന്യായീകരിക്കാൻ വന്ന നമ്മുടെ ശ്രീജിത്ത് പണിക്കരെ നീ ഒരുപാട് അങ്ങോട്ട് ന്യായീകരിക്കേണ്ടി വരും. ഒരുപാട് ന്യായീകരിക്കേണ്ടി വരും. അപ്പം ഒരു പ്രത്യേക സംഘപരിവാണങ്ങൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നിനക്കൊക്കെ ധാർമ്മിക രോഷം ഉണ്ടാക്കുകയാണെങ്കിൽ ഞങ്ങൾക്കൊക്കെ ഞങ്ങളുടെ നാട്ടിലെ ഏതൊരാൾ പറഞ്ഞാലും ധാർമ്മിക രോഷം ഉണ്ടാവും. അത് സ്വന്തം അമ്മനെ പറഞ്ഞാലും പെങ്ങളെ പറഞ്ഞാലും മോളെ പറഞ്ഞു കഴിഞ്ഞാലും മുത്തശ്ശീനെ പറഞ്ഞു കഴിഞ്ഞാലും മുത്തച്ഛനെ പറഞ്ഞു കഴിഞ്ഞാലും ആരെ പറഞ്ഞു കഴിഞ്ഞാലും അങ്ങനെ ധാർമ്മിക രോഷം കൊള്ളുകയാണെങ്കിൽ എൻ്റെ മോൻ കുറെ കുന്തിരി കൊള്ളേണ്ടി വരും. ഇനി അതൊക്കെ പോട്ടെ, ഇനി ഇവൻ തന്നെ സമ്മതിക്കുന്ന മറ്റൊരു കാര്യം കൂടെ അതിലുണ്ട്. അതാണ് എനിക്ക് കേട്ടപ്പോൾ ഏറ്റവും കോമഡി ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും തേജസ്വി യാദവും അടക്കമുള്ള നേതാക്കന്മാർ ആ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് അടുത്ത സ്ഥലമായിട്ടുള്ള മുസാഫർപൂരിലേക്ക് പോയതിനു ശേഷമാണ് ഈ യുവാവ് സ്റ്റേജിലേക്ക് കയറുമെന്ന് നരേന്ദ്രമോദിക്ക് മാതാവിനെതിരെ അസഭ്യവർഷം ചൊരിഞ്ഞത്. ഇതിലേറ്റവും ദുഃഖകരമായ കാര്യം, ഇങ്ങനെ മോശമായിട്ടുള്ള പരാമർശങ്ങൾ അതും ഒരു പൊതുവേദിയിൽ വെച്ച് ഒരാൾ മൈക്കിലൂടെ വിളിച്ചു പറയുമ്പോൾ അയാളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിനുള്ള പ്രകടമായിട്ടുള്ള ഒരു പരിശ്രമവും അവിടെ കണ്ടില്ല എന്നുള്ളതാണ്. അയാൾക്കെതിരെ ആരെങ്കിലും സംസാരിക്കുന്നത് കണ്ടില്ല, അയാളെ ആരെങ്കിലും അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് ശ്രമിക്കുന്നതായിട്ട് കണ്ടില്ല. അങ്ങനെ യാതൊരു വിധത്തിലുള്ള റെസിസ്റ്റൻസും ആ വീഡിയോയിൽ ഇല്ല എന്നുള്ളതാണ് പ്രധാനം. കേട്ടല്ലോ. അപ്പൊ നമ്മുടെ സംഘ പണിക്കർക്ക് വ്യക്തമായിട്ട് അറിയാം ആ സ്റ്റേജിൽ ഈ പറഞ്ഞ കോൺഗ്രസ് നേതാക്കൾ ആരും ഉണ്ടായിരുന്നില്ല. കുറെ ആളുകൾ പരിപാടി കഴിഞ്ഞ സമയത്ത് കുറെ ആളുകൾ കയറിയിട്ട് മൈക്കെടുത്ത് വിളിച്ചു പറഞ്ഞതാണെന്ന് വ്യക്തമായിട്ട് അറിയാം. എന്നിട്ട് രാഹുൽ ഗാന്ധി അങ്ങോട്ട് മാപ്പ് പറയണമെങ്കിൽ കോൺഗ്രസിന്റെ പ്രത്യേക മാപ്പ് പറയണമെങ്കിൽ BJP ഓഫീസിലെ സകലമാന ആളുകളും വന്ന് മാപ്പ് പറയുക മാത്രമല്ല ഇമ്പോസിഷൻ എഴുതി മാപ്പിന്റെ 100, 1000, 10,000 കണക്കിൽ മാപ്പ് പറഞ്ഞിട്ട് ഈ പറഞ്ഞ കോൺഗ്രസ് നേതാക്കളെ അല്ലെങ്കിൽ ഈ പറഞ്ഞ രാഹുൽ ഗാന്ധിയുടെ കുടുംബത്തിന്റെയും പിന്നാലെ പോണ്ടി വരും. അതും കൂടെ ഒന്ന് നമ്മുടെ സംഘ പണിക്കര് പറഞ്ഞിരുന്നെങ്കിൽ ഇച്ചിരി നന്നായേനെ. അങ്ങനെയാണെങ്കിൽ താനൊരു നിഷ്പക്ഷനാണ് അല്ലെങ്കിൽ നിരീക്ഷക പണിക്കരാന്നൊക്കെ പറയരുത്. ഇതിപ്പോ എവിടെ പോയി കഴിഞ്ഞാലും ഉള്ളിലിട്ട കാവിക്കളസം അറിയാണ്ട് പുറത്ത് ചാടി പോകുന്നുണ്ടല്ലോ എൻ്റെ സംഘ പണിക്കര്. അതൊക്കെ നോക്കണ്ടേ? അടിയിൽ കാവിക്കളസ് ഇട്ടിട്ട് സിബിടാണ്ട് വന്നിട്ട് വലിയ പ്രസ്താവന പറയുമ്പോഴേ ഉള്ളിലിട്ട ജഡ്ഡിയുടെ കണക്കെ അല്ലെ ജഡ്ഡിയുടെ കളറ് കാവിയാണെന്ന് ഈ പറഞ്ഞ നാട്ടുകാരൊക്കെ കാണുന്നില്ലേ? അതൊക്കെ നോക്കിയിട്ട് വേണ്ടേ നമ്മളൊരു സ്ഥലത്ത് വന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ? കുറച്ചൊരു ഉളുപ്പ് ലേശം മതി, കുറേയൊന്നും വേണ്ട. അറ്റ്ലീസ്റ്റ് ഇങ്ങനെ തോണ്ടാനുള്ളൊരു ഉളുപ്പെങ്കിലും കയ്യിൽ വെച്ചിട്ട് സംസാരിക്കുക പ്ലീസ്.